ഓക്കെ, നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എസ്റ്റിമേഷൻ അല്ലേ? അപ്പൊ അതിന്റെ സമ്മിന്റെയും ഡിഫറൻസിന്റെയും എസ്റ്റിമേഷൻ നമ്മൾ പഠിച്ചു, പ്രൊഡക്റ്റിന്റെ എസ്റ്റിമേഷൻ പഠിച്ചു. ഇനി പഠിക്കാനുള്ളത് കോഷ്യന്റിന്റെ എസ്റ്റിമേഷൻ. എന്താ കോഷ്യന്റ് എന്ന് പറഞ്ഞാല്? പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസറിനെയാണ് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ രണ്ട് നമ്പർ ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് നമ്മൾ കോഷ്യന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആഡ് ചെയ്ത് കിട്ടുന്നതിന് സം എന്നും മൈനസ് ചെയ്ത് കിട്ടുന്നതിന് ഡിഫറൻസ് എന്നും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതിനെ പ്രൊഡക്റ്റ് എന്നും ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെ കോഷ്യന്റ് എന്നും പറയും. അപ്പോ നമുക്ക് അടുത്ത പഠിക്കാനുള്ള എസ്റ്റിമേഷനിൽ പഠിക്കാനുള്ള എസ്റ്റിമേറ്റിംഗ് ദ കോഷ്യന്റ്. ഡിഫറൻസ് ഒന്നുമില്ല, മൾട്ടിപ്ലിക്കേഷൻ പ്രൊഡക്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് കോഷ്യന്റിനെ ചെയ്യുന്നത്. തന്നിട്ടുള്ള രണ്ട് നമ്പേഴ്സും ആദ്യം റൗണ്ട് ഓഫ് ചെയ്യും, അതിനുശേഷം അതിനെ ഡിവൈഡ് ചെയ്യും. ആ പേജ് നമ്പർ 21 എക്സാമ്പിൾ 34 ഒന്ന് നോക്കി. എസ്റ്റിമേറ്റിംഗ് ദ കോഷ്യന്റ് എന്നുള്ളതിന്റെ താഴെ എക്സാമ്പിൾ 34 പേജ് നമ്പർ 21. ഇനി കുറച്ച് സ്പീഡിൽ പോവാട്ടോ, നമുക്ക് കുറെ തീർക്കാനില്ലേ. അപ്പൊ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 83 ഡിവൈഡഡ് ബൈ 23. അതിന് നമ്മൾ എന്ത് ചെയ്യും? നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും. 83നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താല് 80 അല്ലെ, റൗണ്ട് ഡൗൺ ചെയ്താൽ 80 കിട്ടും. 23നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 20 എന്ന് കിട്ടും. അതിനെ ഡിവൈഡ് ചെയ്താൽ എസ്റ്റിമേറ്റഡ് കോഷ്യന്റ് എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 24. ഒന്നും വ്യത്യാസം ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെ നമ്മൾ ആദ്യം റൗണ്ട് ഓഫ് ചെയ്യും. റൗണ്ട് ഓഫ് ചെയ്തതിന് ശേഷം അതിനെ ഡിവൈഡ് ചെയ്യും. ആ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയേ, 794 ഡിവൈഡഡ് ബൈ 168. ഇങ്ങനെ 3 ഡിജിറ്റ് നമ്പേഴ്സ് വരുമ്പോ കോഷ്യന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണെങ്കിൽ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് 1000ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ 794 ഏതിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യും? 10ന്റെ പ്ലേസിൽ 9 ആയതുകൊണ്ട് റൗണ്ട് അപ്പ് ചെയ്യും. ഇറ്റ് ഈസ് റൗണ്ടഡ് ഓഫ് ടു നിയറസ്റ്റ് 100, 800. 794നെ 800ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 168നെ 200ലേക്കും റൗണ്ട് ഓഫ് ചെയ്തു. ഇനി എസ്റ്റിമേറ്റഡ് കോഷ്യന്റ് കണ്ടുപിടിക്കാൻ 800 ഡിവൈഡഡ് ബൈ 200 it is equal to 4. ഈ വലിയ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുന്നതിനുള്ള എളുപ്പ വഴി നിങ്ങൾക്ക് അറിയോ? 10ന്റെയും 1000ന്റെയും 100ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് ആ ബുക്കിൽ ഒന്ന് നോക്കിയേ. 800 ഡിവൈഡഡ് ബൈ 200 എന്നല്ലേ അല്ലെ? അപ്പോ 800ലും 200ലും സെയിം നമ്പേഴ്സ് ഓഫ് 0 ഉണ്ട് ഇല്ലേ? 800ൽ 2 zeros ഉണ്ട്, 200ലും 2 zeros ഉണ്ട്. അപ്പോ ഈ രണ്ട് നമ്പേഴ്സിലും വരുന്ന സെയിം നമ്പേഴ്സ് സീറോസ് ക്യാൻസൽ ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഇവിടെ 800ലെ 2 സീറോയും 200ലെ 2 സീറോയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി വരുന്ന ഏതാ? 8/2. അതിന്റെ ആൻസർ 4. അങ്ങനെ 100ന്റെ 1000ന്റെ 10ന്റെയും 10,000ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് നമുക്ക് എളുപ്പത്തില് കോഷ്യന്റ് കണ്ടുപിടിക്കാം. രണ്ട് നമ്പേഴ്സിലും ഈക്വൽ ആയിട്ട് വരുന്ന സീറോസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ളത് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സാമ്പിൾ 35. Estimate 5629 divided by 244 by rounding off the numerator and denominator to the nearest 100. Numerator denominator ഏതൊക്കെയാ? Numerator and denominator അറിയോ?
ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ എന്ന് പറയുന്നത് ഏതിനൊക്കെയാ? അറിയോ ഏതിനെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും എന്ന് പറയുന്നത്? ഹാര്യവും ഹാരകവും. യെസ് കറക്റ്റ്. ഹാര്യവും ഹാരകവും. എന്താ ഹാര്യം ഹാരകം എന്ന് പറഞ്ഞാല് കേട്ടിട്ടുണ്ടോ? അതിന്റെ മീനിങ് കൂടി ഒന്ന് പറഞ്ഞു കൊടുത്തേ നിജാതെ. അറിയോ? ഹാര്യം എന്ന് വെച്ചാല് ന്യൂമറേറ്റർ എന്ന് വെച്ചാല് ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, that number is called numerator. Then it is haryam. ഇനി ഹാരകം, that is denominator എന്ന് വെച്ചാല് നമ്മൾ ഏതിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, that number is called denominator. ഈ ഒരു എക്സാമ്പിൾ നോക്ക്. 800 divided by 200. ഇവിടെ 800നെ നമ്മൾ 200 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. That means 800 is numerator. That means ഹാര്യം. 200 is denominator. That is ഹാരകം. മനസ്സിലായോ? ന്യൂമറേറ്റർ എന്ന് വെച്ചാല് ഏത് നമ്പറിനെയാണോ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, that is numerator. Then denominator is നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത്, ഒരു നമ്പറിനെ നമ്മൾ ഏത് നമ്പറിനെ കൊണ്ടാണോ ഡിവൈഡ് ചെയ്യുന്നത് ആ നമ്പറാണ് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന പോലെ എഴുതിയാല് എങ്ങനെ 800 സാധാരണ നമ്മൾ ഡിവൈഡഡ് ബൈ എന്നുള്ള സൈൻ ഇട്ടിട്ടല്ലേ എഴുതുക. ഇവിടെ ടെക്സ്റ്റിൽ എഴുതിയിരിക്കുന്ന കണ്ടോ, 800 എന്ന് എഴുതിയിട്ട് അടിയിൽ ഒരു വരയിട്ട് അതിന്റെ താഴെ 200 എന്ന് എഴുതി. അതും 800 ഡിവൈഡഡ് ബൈ 200 എന്നാ വായിക്കാം. അങ്ങനെ എഴുതുമ്പോ മുകളിൽ വരുന്നത് ന്യൂമറേറ്ററും താഴെ വരുന്നത് ഡിനോമിനേറ്ററും. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. മുകളിലുള്ള നമ്പറിനെ നമ്മൾ താഴെയുള്ള നമ്പറിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോ മുകളിൽ വരുന്നത് ന്യൂമറേറ്റർ, താഴെ വരുന്നത് ഡിനോമിനേറ്റർ. ഡിവൈഡഡ് ബൈ എന്നുള്ള സൈൻ ഇട്ടിട്ട് എഴുതുമ്പോ ആദ്യം വരുന്നത് ന്യൂമറേറ്റർ, രണ്ടാമത് വരുന്നത് ഡിനോമിനേറ്റർ. ഓക്കെ, അപ്പൊ 35th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. എസ്റ്റിമേറ്റ് 5629 divided by 244 by rounding off the numerator and denominator to the nearest 100. എന്താ ജുവാന? മിസ്സേ, ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും മറ്റേ ഫ്രാക്ഷൻസിലല്ലേ ഉള്ളേ? ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് ഡിവിഷൻ തന്നെയാ മോളെ, അതുകൊണ്ടാ ഇങ്ങനെ എഴുതുന്നേ. നമ്മള് ഫ്രാക്ഷൻസ് ആയിട്ട് എഴുതുന്നത് എങ്ങനെയാ, നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ഫിഗർ കിട്ടിയില്ലെങ്കിൽ, കറക്റ്റ് ഫിഗർ കിട്ടാതെ ബാക്കി വരുന്ന നമ്പേഴ്സ് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതില്ലേ, അത് ഡിവൈഡ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഫ്രാക്ഷൻ പോലെ ഡിവിഷൻ എഴുതിയിട്ട് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും പറയുന്നത്. ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത് ഡിവിഷൻ എന്നുള്ളതിന്റെ വേറൊരു രൂപം തന്നെയാണ് ഫ്രാക്ഷൻ. മനസ്സിലായോ? ഓക്കെ, അപ്പോ മിസ് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ എസ്റ്റിമേഷൻ ചെയ്യുന്ന സമയത്ത് രണ്ട് നമ്പറും ഒരേപോലെ റൗണ്ട് ഓഫ് ചെയ്യണം. ഒന്ന് 100ലേക്കും ഒന്ന് 1000ലേക്കും റൗണ്ട് ഓഫ് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മള് ഡിവിഷന്റെ സമയത്ത് റൗണ്ട് ഓഫ് ചെയ്യുമ്പോ ഏത് നമ്പറിനെ കൺസിഡർ ചെയ്യണം? ഡിനോമിനേറ്റർ ഏത് ഡിജിറ്റ് നമ്പർ ആണെന്ന് നോക്കുക. ന്യൂമറേറ്റർ നോക്കണ്ട, ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആണോ 3 ഡിജിറ്റ് നമ്പർ ആണോ നോക്കുക. 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ നിയറസ്റ്റ് 10ലേക്ക് രണ്ടിനെ റൗണ്ട് ഓഫ് ചെയ്യാം. അതായത് ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ
രണ്ടിനെയും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നിയറസ്റ്റ് 10 റൗണ്ട് ഓഫ് ചെയ്യാം. ഇനി ഡിനോമിനേറ്റർ 3 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ രണ്ടിനെയും നിയറസ്റ്റ് 100 റൗണ്ട് ഓഫ് ചെയ്യാം. ഡിനോമിനേറ്റർ 4 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ രണ്ടിനെയും നിയറസ്റ്റ് 1000 റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മള് കോഷ്യന്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്ന സമയത്ത് ഡിനോമിനേറ്റർ എത്ര ഡിജിറ്റ് നമ്പർ ആണെന്ന് നോക്കുക. അതിനനുസരിച്ച് രണ്ടെണ്ണത്തിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും റൗണ്ട് ഓഫ് ചെയ്യാം. ഈ ക്വസ്റ്റ്യനില് ന്യൂമറേറ്റർ വരുന്നത് 4 ഡിജിറ്റ് നമ്പറും ഡിനോമിനേറ്റർ വരുന്നത് 3 ഡിജിറ്റ് നമ്പറും ആണ് അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ന്യൂമറേറ്റർ 4 ഡിജിറ്റ് നമ്പർ കൺസിഡർ ചെയ്തിട്ട് നിയറസ്റ്റ് 1000 റൗണ്ട് ഓഫ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡിനോമിനേറ്ററിനെ റൗണ്ട് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡിനോമിനേറ്റർ എത്ര ഡിജിറ്റ് നമ്പർ വരുന്നത് നോക്കുക. അതിനനുസരിച്ച് ന്യൂമറേറ്ററിനെയും റൗണ്ട് ഓഫ് ചെയ്യാം. ഇവിടെ ഡിനോമിനേറ്റർ 3 ഡിജിറ്റ് നമ്പർ ആ വരുന്നത്, അതുകൊണ്ട് നിയറസ്റ്റ് 100 റൗണ്ട് ഓഫ് ചെയ്യണം രണ്ടിനെയും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ന്യൂമറേറ്ററിന് 5629 നിയറസ്റ്റ് 100 റൗണ്ട് ഓഫ് ചെയ്യുമ്പോ 5600 എന്ന് കിട്ടും. റൗണ്ട് ഓഫ് ചെയ്യേണ്ടതിന് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ, അറിയില്ലേ? ഓക്കെ, ഇനി 244 നിയറസ്റ്റ് 100 റൗണ്ട് ഓഫ് ചെയ്യുമ്പോ 200 എന്ന് കിട്ടും. ഇനി എസ്റ്റിമേറ്റഡ് കോഷ്യന്റ് കണ്ടുപിടിക്കുക. 5600 ഡിവൈഡഡ് ബൈ 200. ഇവിടെ നോക്കിയേ, 5600ലും 200ലും 2 zeros വീതം ഉണ്ട് അല്ലെ? രണ്ടിലും 2 zeros ഉണ്ട്. ആ 2 zeros നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി അവിടെ വരുന്നത് ഏതൊക്കെയാ? 56 ഡിവൈഡഡ് ബൈ 2 അല്ലേ? 56 divided by 2, then the answer is 28. That is, the estimated quotient is 28. ക്യാൻസൽ ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? സീറോസ് ക്യാൻസൽ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, ഒന്ന് നോക്കിയേ. 5000 ഇവിടത്തെ ക്വസ്റ്റ്യൻ വരുന്നത് 5600 അല്ലേ? ഒന്നും വിചാരിക്കണ്ട, ലാപ്പിൽ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. 5600 ഡിവൈഡഡ് ബൈ 200. 5600 divided by 200. ഇവിടെ നോക്കിയേ, ഇവിടെ 5600ല് 2 zeros ഉണ്ട്, 200ലും 2 zeros ഉണ്ട്. ആദ്യം നമ്മൾ ഈക്വൽ ആയിട്ട് വരുന്ന ഓരോ സീറോസ് ക്യാൻസൽ ചെയ്യും. ഓരോ സീറോ ക്യാൻസൽ ചെയ്തു, പിന്നെ അടുത്ത സീറോയും ക്യാൻസൽ ചെയ്തു. ഇനി ക്യാൻസൽ ചെയ്യാൻ ഇവിടെ സീറോസ് ഒന്നും ഇല്ല. ബാക്കി നമുക്ക് എത്ര വരുന്നുണ്ട്? 56 ഡിവൈഡഡ് ബൈ 2. അതിന്റെ ആൻസർ എത്രയാ? 56നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 28. ഇങ്ങനെയാണ് സീറോ ക്യാൻസൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ വലിയ വലിയ നമ്പേഴ്സ് ഒക്കെ, വലിയ 100ന്റെയും 1000ന്റെയും 10,000ന്റെയും മൾട്ടിപ്പിൾസ് ഒക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഫ്രാക്ഷൻ ആയിട്ട് ഫ്രാക്ഷൻ എഴുതുന്നത് പോലെ എഴുതുക, ഡിവിഷൻ. എന്നിട്ട് ഈക്വൽ ആയിട്ട് വരുന്ന സീറോസ് ഒക്കെ ക്യാൻസൽ ചെയ്യാം. ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോ ക്വോഷ്യന്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ മനസ്സിലായോ? ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി തൊട്ടടുത്ത 22 പേജ് ഒന്ന് എടുത്തേ. പേജ് നമ്പർ 22. അതിനകത്ത് എക്സസൈസ് 1G.
അത് നമുക്ക് പെട്ടെന്ന് പറഞ്ഞിട്ട് പോവാം. എല്ലാം കൂടി ചെയ്യാൻ നിന്നാല് ഒരുപാട് ടൈം എടുക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 93 ഡിവൈഡഡ് ബൈ 34. ഇതിൽ രണ്ട് നമ്പേഴ്സും 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. 93നെ നിയറസ്റ്റ് 10ലേക്ക് ചെയ്താൽ 90, 34നെ 30. So estimated quotient is 90 divided by 30, that is equal to 3. ആൻസർ വേണമെങ്കിൽ എഴുതി വെച്ചോ. എല്ലാത്തിന്റെ ആൻസർ പറഞ്ഞുതരാം. ആൻസർ വേണമെങ്കിൽ ടെക്സ്റ്റിൽ ഇപ്പൊ തന്നെ എഴുതി വെച്ചു. ഫസ്റ്റിന്റെ ആൻസർ റൗണ്ട് ഓഫ് ചെയ്താൽ 90 ഡിവൈഡഡ് ബൈ 30 എന്ന് കിട്ടും. The estimated quotient is 3. Second question 84 divided by 17. 84നെ നമ്മൾ രണ്ടും 2 ഡിജിറ്റ് നമ്പേഴ്സ് ആയതുകൊണ്ട് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ മതി. 84നെ റൗണ്ട് ഓഫ് ചെയ്താൽ 80, 17നെ റൗണ്ട് ഓഫ് ചെയ്താൽ 20 അല്ലേ? അപ്പൊ എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് എന്ന് പറയുന്നത് 80 ഡിവൈഡഡ് ബൈ 24. 80 divided by 20 is equal to 4. Next, third one 75 divided by 22. 75നെ നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 75 is rounded off to 80. Then 22നെ റൗണ്ട് ഓഫ് ചെയ്താൽ 20. Then the estimated quotient is 80 divided by 20, that is equal to 4. Then fourth one 191 divided by 23. ഇവിടെ ന്യൂമറേറ്റർ 3 ഡിജിറ്റ് നമ്പറും ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പറും ആണ്. അപ്പൊ നമ്മള് ഡിനോമിനേറ്ററിനെ നോക്കിയാല് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആണ് വരുന്നത്, അതുകൊണ്ട് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 191നെ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 190, 23നെ റൗണ്ട് ഓഫ് ചെയ്താല് 20. Then the estimated quotient is 191 divided by 190 divided by 20, that is equal to 9.5. പോയിന്റ് ഇട്ടിട്ട് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അറിയോ? പഠിച്ചിട്ടുണ്ടോ? പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ പഠിച്ചല്ലേ? യെസ്, 5ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും എന്തായാലും. ശ്രീവിഷ്ണു പഠിച്ചിട്ടില്ലേ? പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ ജസ്റ്റസ് പഠിച്ചില്ല? നോ. ആതിര പഠിച്ചില്ല? ജസ്റ്റസിന് അറിയില്ല പോയിന്റ് ഇട്ട് ഡിവൈഡ് ചെയ്യാൻ? അറിയില്ല. ശ്രീവിഷ്ണുവിന് അറിയോ? അറിയോ? ഇല്ല. ഇറ്റ്സ് ഓക്കെ, ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നെക്സ്റ്റ് ഫിഫ്ത് വൺ 275 ഡിവൈഡഡ് ബൈ 25. അപ്പൊ നമുക്ക് ഒരു ക്ലാസ്സിൽ ഡിവിഷൻ മാത്രം നോക്കാം. അടുത്ത ക്ലാസ്സില് ഡിവിഷൻ മാത്രം നോക്കാം കേട്ടോ. നെക്സ്റ്റ് 275 ഡിവൈഡഡ് ബൈ 25. 275നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 280, 25നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 30. Then the estimated quotient is 280 divided by 30. 280 divided by 30. അതിലെ ഓരോ സീറോസും ക്യാൻസൽ ചെയ്താൽ 28 divided by 3 എന്ന് കിട്ടും. Then the answer is 9.3. 9.3. Sixth one 629 divided by 31. 629 divided by 31.
ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 629നെ റൗണ്ട് ഓഫ് ചെയ്താൽ 630, 31നെ റൗണ്ട് ഓഫ് ചെയ്താൽ 30 അല്ലേ? ആണോ? 629നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 630. Then 31നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 30. Then the estimated quotient is 630 divided by 30. 630 divided by 30. അതിലെ ഓരോ സീറോയും ക്യാൻസൽ ചെയ്ത് കളഞ്ഞാല് 63 divided by 3 എന്ന് കിട്ടും. Then the estimated quotient is 21. Estimated quotient is 21. Then seventh one, 742 divided by 24. 742 divided by 24. 742നെ നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 740 എന്ന് കിട്ടും. 24നെ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 20 എന്ന് കിട്ടും. ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ നിയറസ്റ്റ് 10ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ 742നെ 740ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 24നെ 20ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. Then the estimated quotient is 740 divided by 20. ഓരോ സീറോ ക്യാൻസൽ ചെയ്താൽ 74 divided by 2 എന്ന് കിട്ടും. Then the quotient, estimated quotient is 37. Estimated quotient is 37. Then eighth one, 879 divided by 29. 879 divided by 29. 879നെ ഇവിടെയും ഡിനോമിനേറ്റർ 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നിയറസ്റ്റ് 10ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. 879നെ 880ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 29നെ 30ലേക്കും റൗണ്ട് ഓഫ് ചെയ്യും. അപ്പൊ എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് എത്രയായിരിക്കും? 880 ഡിവൈഡഡ് ബൈ 30. രണ്ടിലെയും ഓരോ സീറോ ക്യാൻസൽ ചെയ്താൽ 88 divided by 3 എന്ന് കിട്ടും. The estimated quotient will be 29.3. Estimated quotient is 29.3. Then ninth one, 4,494 divided by 393. 4,494 divided by 393. ശ്രീവിഷ്ണു എന്താ ചോദിക്കാനുള്ള? സെവൻത്ത് വണ്ണെന്ന് പറഞ്ഞുതരുമോ മിസ്? എന്റെ സെവൻത്ത് വണ്ണോ? സെവൻത്ത് വൺ എന്താ? 742നെ 740ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. 24നെ 20ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് ഒരു 74 കിട്ടും. അതേപോലെ തന്നെ 20ലെ ഒരു 0 കിട്ടും. 2 കിട്ടും. അപ്പൊ 74 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടിയാൽ 74നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 37. എന്താ അർജുൻ? ഓക്കെ, അപ്പൊ 9th ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 4,494 divided by 393.
ഇവിടെ ഡിനോമിനേറ്റർ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നിയറസ്റ്റ് 100ലേക്ക് നമുക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യുമ്പോൾ 4494നെ റൗണ്ട് ഓഫ് ചെയ്താല് 4500. 393നെ റൗണ്ട് ഓഫ് ചെയ്താൽ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്താൽ 400. അപ്പൊ എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് എത്രയായിരിക്കും? 4500 ഡിവൈഡഡ് ബൈ 400. അതിൽ രണ്ടിലും 2 zeros ഉണ്ട്. ആ 2 zeros-ഉം ക്യാൻസൽ ചെയ്യാം. അപ്പൊ എത്ര ആൻസർ വരും? 45 ഡിവൈഡഡ് ബൈ 4 എന്ന് കിട്ടും. The estimated quotient will be 11.25. 45നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താല് 11.25 എന്ന് ആൻസർ കിട്ടും. Then last question, 5613 divided by 712. ഇവിടെ ഡിനോമിനേറ്റർ 3 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. 5613നെ റൗണ്ട് ഓഫ് ചെയ്താൽ 5600 എന്ന് കിട്ടും. 712നെ റൗണ്ട് ഓഫ് ചെയ്താൽ 700 എന്ന് കിട്ടും. അപ്പൊ എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് എത്രയായിരിക്കും? 5600 ഡിവൈഡഡ് ബൈ 700. ഇതിലും 2 zeros വരുന്നുണ്ട് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും. ആ 2 zeros-ഉം ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് എത്ര കിട്ടും? അപ്പൊ ആൻസർ 56 ഡിവൈഡഡ് ബൈ 7 എന്ന് കിട്ടും. Then the estimated quotient will be 8. 56 divided by 7 is equal to 8. അപ്പൊ ഈ സീറോസ് ക്യാൻസൽ ചെയ്യുന്നു എന്നുള്ളതിന്റെ ഐഡിയ നിങ്ങൾക്ക് എന്താന്ന് മനസ്സിലായോ? അറിയോ എന്താ സീറോ ക്യാൻസൽ ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന്? അറിയോ? എന്താ ഹരി എന്തോ പറയുന്നുണ്ടല്ലോ. ഇല്ല പൂജ്യങ്ങൾ ഒരേപോലെയാണെങ്കിൽ രണ്ടും വെട്ടിക്കളഞ്ഞിട്ട് ബാക്കിയുള്ളത് ഹരിച്ചാ പോലെ. ബാക്കിയുള്ളത് ഹരിച്ചാ മതി. അതെന്താ ശരിക്കും അതിന്റെ ആ ഒരു ഐഡിയ എന്താ? പൂജ്യം ക്യാൻസൽ ചെയ്യുന്നില്ല, എന്താ ജസ്റ്റിസ്? എന്താ ഏഴാമത്തെ മനസ്സിലായില്ല. ഏഴാമത്തെ മനസ്സിലായല്ലോ. ഏഴാമത്തെ സിമ്പിൾ അല്ലടാ. 742നെ അല്ലേ? 742നെ 740ലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. നിയറസ്റ്റ് 10. 24നെ 20ലേക്ക് റൗണ്ട് ഓഫ് ചെയ്തു. അപ്പൊ എത്ര എസ്റ്റിമേറ്റഡ് ക്വോഷ്യന്റ് എങ്ങനെ കണ്ടുപിടിക്കുക? 740 ഡിവൈഡഡ് ബൈ 20. ആ 740ൽ ഒരു സീറോ ഉണ്ട്, 20ൽ ഒരു സീറോ ഉണ്ട്. ആ 2 സീറോയും ക്യാൻസൽ ചെയ്തു. ബാക്കി വരുന്നത് 74 ഡിവൈഡഡ് ബൈ 2. 74 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 37. അപ്പൊ ഇതിന്റെ ആൻസർ 37 ആണോ? അതാ എനിക്ക് അത് മനസ്സിൽ പോകുന്നില്ല. ഞാൻ 27 കേട്ടെ, അതാ ഞാൻ ഇങ്ങനെ ചോദിച്ചത്. 37 അല്ലേ ആൻസർ? ഓക്കെ. അപ്പൊ ഈ സീറോ ക്യാൻസൽ ചെയ്യുന്ന എന്താണെന്നറിയോ? നിങ്ങൾ ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? ഇപ്പൊ എല്ലാം മനസ്സിലായി. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ. ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ നിങ്ങള്? 1/2, 2/3, 4/6 എന്നൊക്കെ എഴുതിയിട്ട് ഫ്രാക്ഷൻ പഠിച്ചിട്ടില്ലേ? ആ ഫ്രാക്ഷനില് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് ഒരേപോലെ എന്ത് ചെയ്യാം? ചേഞ്ച് വരുത്താം. ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഒരേപോലെ ചേഞ്ച് വരുത്താം. അതായത് ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്താൽ അതേപോലെ ഡിനോമിനേറ്ററിലും 1 ആഡ് ചെയ്യാം. ന്യൂമറേറ്ററിനെ 1 മൈനസ് ചെയ്താല് ഡിനോമിനേറ്ററിലും 1 മൈനസ് ചെയ്യാം. അതിന്റെ വാല്യൂ ചേഞ്ച് ആവില്ല. ന്യൂമറേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്ന സമയത്ത് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും നമ്മൾ ഒരേപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ വ്യത്യാസം വരില്ല. അപ്പൊ നമ്മള് ഇവിടെ 0 എന്ന് പറയുന്നത് 10ന്റെയും 100ന്റെ ഒക്കെ മൾട്ടിപ്പിൾസ് അല്ലേ? അല്ലെ? ഇപ്പൊ 20 ഡിവൈഡഡ് ബൈ 80 ഡിവൈഡഡ് ബൈ 20 എന്ന് വരുമ്പോ 8 into 10
ഡിവൈഡഡ് ബൈ 2 into 10 അല്ലേ അല്ലേ? അപ്പൊ ആ 8 into 10, 80 എന്നുള്ളതിനെ നമ്മൾ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 18നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 കിട്ടും. 20 എന്നുള്ളത് 2 into 10, അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 2 എന്ന് കിട്ടും. അതായത് നമ്മള് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 10 കൊണ്ടും 100 കൊണ്ടും ഒരേപോലെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സീറോ ക്യാൻസൽ ചെയ്യുന്നു എന്ന് പറയുന്നത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് മിസ് പറഞ്ഞുതരാം. ഡിവിഷൻ നമുക്ക് ഫുൾ ആയിട്ട് നോക്കാം കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പൊ ഇന്ന് ജസ്റ്റ് ആ എക്സസൈസ് 1G എന്നെല്ലാരും നോക്കുക, നോട്ടിൽ അത് എഴുതി വെക്കുക കേട്ടോ. ഇന്ന് വേറെ ഹോംവർക്ക് ഒന്നും വേണ്ട, ആ എല്ലാ ക്വസ്റ്റ്യനും ഒന്ന് നോട്ടിലേക്ക് എഴുതി വെക്കാം. ഓക്കെ, എന്താ ഹരി ഇപ്പൊ ക്ലാസ് കട്ടാവും മോനെ? നിർമ്മല് കുറെ നേരമായി കൈവന്നിരിക്കുന്നു, എന്താ? മാത്സിന്റെ നോട്ട് ഫുൾ